വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മുടെ എൻലിച്ചേരി സെനഗലിൻ്റെ പിന്നെ നമ്മുടെ പോളാർഷിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് വേണം കേട്ടോ. വേറെ ഒന്നുമില്ല, ഫുൾ അലകി പിടിച്ചിരിക്കുകയാണ്. ഫിഷസിന് നേരെ കണ്ടുവിടും കേട്ടോ. പിന്നെ നമ്മുടെ മോൺസ്റ്റർ ഫിഷിൻ്റെ അപ്ഡേറ്റ് ഉണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നേരെ വീട്ടിലേക്ക് കിടക്കാം. ഈ ടാങ്കാണ് നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ എൻലിച്ചേരി സെനഗലിൽ കിടക്കുന്ന ടാങ്കാണ്. ഫുൾ അലകി പിടിച്ച് കിടക്കുകയാണ്. നമുക്ക് ഫിഷിനെ നേരെ കാണാൻ പറ്റുന്നില്ല, അതാണ് നമ്മുടെ പരാതി. സോ ഇത് നമുക്ക് ക്ലീൻ ആക്കണം. ഈ കാണുന്ന നമ്മുടെ പോളാർഷിൻ്റെ ടാങ്കാണ്. ഇതും സെയിം അവസ്ഥയാണ് കേട്ടോ, ഫുൾ അലകി പിടിച്ച് കിടക്കുകയാണ്. സോ ഇത് നമുക്ക് ക്ലീൻ ആക്കാനായിട്ടുണ്ട്. 2 ടാങ്ക് നല്ല വൃത്തി ക്ലീൻ ആക്കണം കേട്ടോ. ഇത് നമ്മൾ ചെറിയൊരു പൈപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 80% വാട്ടർ നമ്മൾ വലിച്ച് കളയും, ബാക്കി 20% നമ്മൾ കീപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഞാൻ വാട്ടർ ചേഞ്ച് കൊടുക്കാറ്, അതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഫിഷിന് സ്ട്രെസ്സ് നല്ല കുറയും കേട്ടോ ഇങ്ങനെ കൊടുത്താൽ. സോ നമ്മൾ ആദ്യം നമ്മളെ അടിയിലുള്ള അഴുക്ക് മൊത്തം വലിച്ച് കളയും, എന്നിട്ട് സൈഡിലുള്ള നമ്മുടെ ആൽഗി സ്ക്രബ് ചെയ്ത് കളയുന്നതായിരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ എൻലിച്ചേരി സെനഗൽ കണ്ണില്ലാത്തത്. കണ്ണ് പോയത് എൻ്റെ മണ്ടത്തരം കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഞാൻ ഇതിനെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നേരെ കൊണ്ടിട്ടത് നമ്മുടെ പോളാർഷിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ഇവൻ്റെ 2 കണ്ണും കൊത്തിപ്പറിച്ചെടുത്തു. ഇവൻ്റെ ബോഡി നല്ല ഹാർഡാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ 2 കണ്ണ് മാത്രമേ വീക്ക് പോയിൻ്റ് ആയിട്ടുള്ളായിരുന്നു. സോ 2 കണ്ണും എടുത്തു. ഇപ്പോൾ ബ്ലൈൻഡാണ് മൊത്തത്തിൽ, വേറെ കുഴപ്പമൊന്നുമില്ല. ആൾ നല്ലൊരു സൈസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈപ്പത്തിയിൽ സൈസ് കണ്ടു, നല്ല സൈസ് വെച്ചിട്ടുണ്ട്. വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഏകദേശം 4-5 സൈസേ ഉള്ളുമായിരുന്നു. ഇപ്പോൾ നല്ല സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾ നല്ല പോലത്തെ ഫുഡും എല്ലാം എടുക്കും, ആക്ടിവിറ്റിയും എല്ലാം കുഴപ്പമില്ല. അതേ നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോക്സ് ടെയിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വച്ച് കളിക്കുന്നില്ല, വാട്ടർ ഫില്ല് ചെയ്യാം. അടുത്ത നമ്മുടെ പോളാർഷിൻ്റെ ടാങ്ക് ക്ലീൻ ആക്കാനുണ്ട്. ആളിവിടെ കിടക്കുകയാണ്, ആൾക്ക് നല്ല സ്ട്രെസ് അടിച്ച് കാണും കേട്ടോ. ഇതാണ് നമ്മുടെ പോളാർഷിൻ്റെ ടാങ്ക്. നമ്മളവിടെ നെറ്റ് വെച്ച് അതിൻ്റെ ഓപ്പണിങ് കവർ ചെയ്തേക്കാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. നമ്മുടെ പോളാർഷ് അതിലേക്കൂടെ കയറി വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടെ വന്ന് കിടക്കും, ലാസ്റ്റ് നമ്മൾ എടുത്ത് തിരിച്ചിടേണ്ടി വരും. സോ ഇത് നല്ല നമ്മുടെ എൻലിച്ചേരി സെനഗലിലെ ടാങ്ക് ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലവരത്തെ കലങ്ങിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അടിയിൽ കുറച്ച് ചെളി ഉണ്ടായിരുന്നു, അതാണ്. ആളിത് ഇവിടെ വന്ന് കിടക്കുകയാണ്. ആളെ കണ്ടുകൂടാ ഗൈസ്, ഇനി വേറെ വല്ലതും ചെയ്യേണ്ടി വരും. ഇനി വെള്ളമായ കലങ്ങി കിടക്കുകയാണ്. നമ്മളിതിൽ ഫിൽറ്ററൊന്നും കൊടുത്തിട്ടില്ല. കുറച്ച് ഫോക്സ് ടെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. വെള്ളം ആകെ കലങ്ങി കിടക്കുകയാണ്, കാണാൻ വിചാരിക്കുന്നത്. ഇത് അടിയിലുണ്ട്. നമ്മുടെ റെട്ടേൽ കാരിഷിൻ്റെ ടാങ്കാണ് കേട്ടോ. 2 പേര് ആ സൈഡിലോട്ട് പോയി കിടക്കുകയാണ്. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ടാങ്ക് ഫുള്ള് ഫില്ലായി കിടക്കുകയാണ്. അടിയിൽ നല്ല ചെളിയുണ്ട് കേട്ടോ. അവർ 2 പേര് ഫിൽറ്ററിൻ്റെ സൈഡിൽ പോയി കിടക്കുകയാണ്. അവിടെ നല്ല ഫ്ലോ ഉണ്ട് കേട്ടോ, അതാണ്. ഒരാളിങ്ങോട്ട് വരുന്നുണ്ട്. ആൾക്ക് ഞാൻ ഫീഡ് കൊടുക്കുമെന്ന് പറയാണ് വരുന്നത്. ആളെ 2 ഫിൻസും ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. ഇവർ 2 പേരും നല്ല ഫൈറ്റാണ്. സോ എൻ്റെ ടോപ്പ് ഫിന്നോടൊപ്പം 2 സൈഡിലെ ഫിന്നും മുറിഞ്ഞിട്ടുണ്ട്. മറ്റൊരു അനക്കമില്ല കേട്ടോ. ഇത് നമ്മുടെ ചെറിയ റെട്ടേൽ കാരിഷാണ്. 2 പേരെ ഒരേ സമയത്താണ് വാങ്ങിച്ചതെങ്കിലും 2 പേർക്കും 2 സൈസാണ് കേട്ടോ. പക്ഷേ 2 പേർക്കും 2 അടിക്ക് മേളിലുണ്ട്. വാങ്ങിച്ചിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുണ്ട് കേട്ടോ. 2 പേർ നല്ല ടൈമഡാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു നല്ല ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ എന്തോ കടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ അറ്റാക്കൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ആൾ പേടിച്ച് പോയിട്ടുണ്ട്. മറ്റവന് വരുന്നുണ്ട് കേട്ടോ. അവൻ നല്ല സൈസ് വെച്ചിട്ടുണ്ട്, അവന് വേറെ കുഴപ്പമൊന്നുമില്ല. അവനാണ് ഈ കാണുന്ന ചെറിയ റെട്ടേൽ കാരിഷിന് ഇങ്ങനെ ആക്കി വെച്ച് 2 ഫിന്നും കടിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പേരും ഫീഡിന് വേണ്ടിയാണ് വന്നേക്കുന്നത്. സോ നമുക്കിനി അടുത്ത നമ്മുടെ ഫ്ലോറിഡാക്കാരനെ കാണാം. ഇത് നമ്മുടെ ഫ്ലോറിഡാക്കാരൻ്റെ ടാങ്കാണ് കേട്ടോ. അവൻ പ്ലാന്റിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. ഫ്ലോറിഡാക്കാർസിനൊക്കെ പ്ലാന്റിൻ്റെ ഇടയിലൊക്കെ ഹൈഡ് ചെയ്തിരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവൻ്റെ കൂടെ കുറച്ച് മാക്കറി കുട്ടികളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അതിനൊക്കെ പിടിച്ച് വയറ്റിലാക്കാറുണ്ട്. സോ എനിക്ക് വേറെ പണിയൊന്നുമില്ല, അതിന് ഫീഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ പോളാർഷിൻ ടാങ്കിൽ 80% വാട്ടർ നമ്മൾ കളഞ്ഞിട്ടുണ്ട്, ബാക്കി 20% വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് വാട്ടർ ചേഞ്ച് ചെയ്യാറ്. അപ്പോൾ ഫിഷിന് അധികം സ്ട്രെസ് അടിക്കത്തില്ല കേട്ടോ. ഇത് കുറച്ച് പേരൊക്കെ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. നമ്മൾ പൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹൈഡ് ചെയ്തിരിക്കാൻ. ബ്രീഡിങ് ഒന്നും തുടങ്ങിയിട്ടില്ല, 2 സൈസാണ് കേട്ടോ. കുറേയൊക്കെ വലുതും കുറേയൊക്കെ ചെറുതും. അവിടെ വാട്ടർ ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഷ്രിമ്പിൻ്റെ ടാങ്ക് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടാക്കി ഷ്രിമ്പിൻ്റെ ടാങ്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് നല്ല മഴയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വെള്ളമാകെ കലങ്ങി കിടക്കുകയാണ്. നല്ല വൃത്തിയ നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇതിൽ തവള ഇറങ്ങുന്നുണ്ട്.
സോ ഷ്രിമ്പ് മിസ്സിങ് ആണോന്നൊരു സംശയമുണ്ട്. ഇത് വെള്ളം ആകെ കലങ്ങി കിടക്കുകയാണ്. അടിയിൽ നല്ല ചെളിയുണ്ട് കേട്ടോ. ഷ്രിംസിനെയൊന്നും കാണാൻ പറ്റത്തില്ല, കാരണം അവരെല്ലാം പ്ലാന്റ്സിൻ്റെ ഇടയിലായിരിക്കും. ഫുഡ് കൊടുക്കാൻ നേരത്ത് മാത്രം വന്ന് കഴിച്ചിട്ട് പോകും കേട്ടോ. അല്ലാത്തപ്പോൾ എല്ലാം പ്ലാന്റിൻ്റെ ഇടയിലായിരിക്കും. കുറച്ച് ഫോക്സ് ടെയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ആകെ കലങ്ങി കിടക്കുകയാണ്. സോ നമ്മൾ ഔട്ട്ഡോറാണ് വച്ചേക്കുന്നത്. അതാണ് നമ്മളെ പോളാറിൻ്റെ ടാങ്കിൽ വാട്ടർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ എല്ലിച്ചേരി സാങ്കിൽ ഇവിടെ എവിടെയും കാണും കേട്ടോ. സോ 2 ടാങ്ക് നല്ല വൃത്തി കലങ്ങി കിടക്കുകയാണ്. ഇത് ഈ ഓല പഴയ പോലെ എടുത്ത് വയ്ക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഷ്രിമ്പിൻ്റെ ടാങ്കിൽ മാലിക വരാൻ ചാൻസ് ഉണ്ട്. നാച്ചുറലായിട്ടുള്ള സൊല്യൂഷനാണ് കേട്ടോ ഈ ഓലയൊക്കെ. ഇത് ഇവിടെ 2 ടാങ്കിലും നമ്മൾ ഓല എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ 2 ടാങ്കിലും പറഞ്ഞ പോലെ ഓലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള സൊല്യൂഷനാണ് ഈ ആൽഗ വരാതിരിക്കാൻ. ചുറ്റിന് മരങ്ങളാണെങ്കിലും നല്ല വൃത്തി ആൽഗ വരുന്നുണ്ട് കേട്ടോ. സോ ആൽഗ നല്ലതാണ്, പക്ഷേ ഫിഷിനെ കാണാൻ പറ്റത്തില്ലല്ലോ. വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.